പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം. ദൂരത്തും ചാരത്തുമായിട്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, ശ്രേഷ്ഠ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ പകൽ യഹോവയാൽ മാനിക്കപ്പെട്ടതും ദൈവത്താൽ ഉയർത്തപ്പെട്ടതും നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ അറുതി വരുത്തുന്ന ഒരു പകലായി തീർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ട് നിന്റെ മാറായ മധുരമാക്കി സ്വർഗം അനുഗ്രഹിക്കുന്ന പകലായി മാറട്ടെ. സ്വർഗസ്നായ ദൈവത്താൽ ഉയർത്തപ്പെട്ടവരായി മുന്നേറുവാൻ ദൈവം ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം അധൈര്യപ്പെട്ടു പോകുമ്പോഴൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നവനാണ് ദൈവം, നമ്മെ ബലപ്പെടുത്തി ഉറപ്പിക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ പ്ലാന് മനുഷ്യർക്ക് ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അത് എത്ര പഴകിയതാണെങ്കിലും അത് പൂർത്തീകരിക്കാൻ ദൈവം വിടത്തുമില്ല. ദൈവം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിൻ പ്രകാരമേ നിങ്ങൾക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. നിന്നെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയക്കും, നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ദൈവം അത് ചെയ്യിപ്പിക്കും. നിന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ അധരമായി ദൈവം നിന്നെ കാണുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം? ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്, ദൈവത്തിൻ്റെ കാര്യം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന്, എൻ്റെ രോഗത്തിന്, എൻ്റെ കഷ്ടങ്ങൾക്ക്, എൻ്റെ ഭാരങ്ങൾക്ക്, എൻ്റെ പ്രയാസങ്ങൾക്കെല്ലാം എൻ്റെ ദൈവം എനിക്ക് മറുപടി തന്നിരുന്നു നിൻ്റെ അതിരം കൊണ്ട് സാക്ഷിപ്പാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം? ദൈവാത്മാവ് തനിക്കുള്ളവരെ വിളിച്ച് വേർതിരിച്ചു. അതിൽ 70 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരെ ഈരണ്ടായിട്ട് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ശുശ്രൂഷയെപ്പറ്റി താൻ ദൈവം ആരെന്നുള്ളത് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് ഇവർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞയച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് ഇപ്പം കർത്താവിനോട് പറയുക, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കീഴടങ്ങുന്നു. അപ്പം ചെറിയ പാർട്ടിയല്ല ദൈവം അയച്ചപ്പോൾ. ആൾക്കാർ ചെറുതാണെങ്കിലും അയച്ചതിൻ്റെ ഉദ്ദേശം വലിയതായിരുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കീഴടങ്ങുന്നു. വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം? ദൈവം ഓർക്കുക, നാം ബലഹീനരായ നമ്മുടെ ഭാരങ്ങൾ ദൈവം വഹിച്ചു. നിന്നെ പറഞ്ഞയക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിന്നെ അയക്കുന്നത്. നിന്റെ മേൽ തന്ന അധികാരം ചെറുതല്ല, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വലുതല്ല. നീ ഒരു സ്തോത്രം പറയുമ്പോൾ സ്തോത്രത്തിനുള്ള ദൈവത്തിൻ്റെ മഹത്വമുണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നീ പ്രാർത്ഥിച്ചപ്പോൾ, നീ ഉപവസിച്ചപ്പോൾ, നീ ദൈവസേനയെ മുട്ടുമടക്കിയപ്പോൾ നിനക്കെതിരെ വാടകോരി ബന്ധിച്ചതായ പൈശാചിക ശക്തി അത് വ്യക്തമായി അരപക്ഷമൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവ വാരി വാരി വാരി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവനോട്, സാത്താൻ മിന്നൽ പോലെ ആകാശം വീഴുന്ന ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചോട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിടും. നിന്റെ യാത്ര, നിന്റെ ജീവിതം, നിന്റെ മുന്നോട്ടുള്ള യാത്ര എല്ലാം പിശാച് വളരെ ശക്തിയോടെ നിനക്കെതിരെ പ്രതികൂലം പ്രവർത്തിക്കാനായി നോക്കുകയാണ്. പക്ഷെ നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മേലുണ്ട്, നീ അതിന്മേൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിനക്കെതിരെ ഉയർത്തുന്ന സകല പോരുകളെയും വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിരാശപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. നിന്നേക്കായി ഘട്ടിച്ച് കഥം കരണാൻ ദൈവത്തിന് ചെയ്യാൻ, അല്ല അതിനെ തീർത്ത് കളയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ബുദ്ധി ശക്തിയും തരും. ഇവിടെ പറയുകയാണ്, അവൻ സാത്താൻ നിങ്ങൾക്ക് കീഴടങ്ങുന്നു, ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ദുഷ്ടന്റെ സകല പ്രവൃത്തികളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്, വാക്ക് വളരെ ശ്രദ്ധിക്കണമായിരിക്കുകയാണ്, ഞാൻ പാമ്പുകളെയും, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്നാണ്.
ഇന്ന് പകല് ദൈവത്തിൻ്റെ വചനത്തിൽ ഉറപ്പോടെ നിൽക്കുന്ന ദൈവവൈതലേ, ആത്മശക്തിയിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ദൈവവൈതലേ, പാമ്പുകളെയും തേളുകളെയും ദുഷ്ടന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ദൈവം നിനക്ക് തന്നുവെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിശ്വാസം വർദ്ധിക്കുന്ന പോലെ മാറട്ടെ. പ്രതിയോഗിയുടെ കരം നിനക്കെതിരെ വാദിക്കുന്നുവെങ്കിൽ ദൈവസനെ വിശ്വസ്തയോടെ നിൽക്കുക. പാമ്പുകളെയും തേളുകളെയും ദുഷ്ടന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എഴുതിയിരിക്കുന്നത്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അത്രയും സന്തോഷിപ്പേ. പരിശുദ്ധാത്മാവിൽ മുന്നേറുന്ന ദൈവത്തിലെ ഇടതും വലതുമായി പ്രതിയോഗി നിനക്ക് എഴുന്നേറ്റേക്കാം. പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, രോഗം എതിർത്ത് വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇടത്തും വലത്തുമായി വാദിക്കുന്ന പ്രതികൂലത്തിന്മേൽ ജയമെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറപ്പോടെ നിൽക്കുക. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന സ്വർഗപിതാവായ ഓമനപുത്രനായ യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിച്ച രക്ഷയുടെ ആഴം, അതായത് വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിന് വേണ്ടി ജീവൻ വെടിയാൻ കടന്നു വന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതാകിയാൽ ഇന്ന് പകൽ നീ വിശ്വാസത്തോടെ കർത്താവിലേക്ക് മടങ്ങുക. പാമ്പുകളെയും തേളുകളെയും ദുഷ്ടന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? വായിച്ചു എനിക്ക് ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്നാ. നിങ്ങൾക്കാ 70 പേർക്കാ, അതിലൊന്ന് നീയാ, നിന്റെ കുടുംബമാ, നിന്റെ ഔലാദാ, നിന്റെ തലമുറയാ, നിന്റെ മകനാ, നിന്റെ കൊച്ചുമകനാ. ആ 70 പേരിലൊന്ന് നീ ആകാം, നിന്റെ കുടുംബത്തിലുള്ളതാകാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് അടുത്തു വരുമോ? ദൈവത്തിലേക്ക് അടുത്തു വരുമോ? പാമ്പുകളെയും തേളുകളെയും ദുഷ്ട സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പോൾ ഒരു നാൾ നിനക്ക് കേട് വരുത്തുകയില്ല. ഈ പറഞ്ഞ ദൈവത്തിൻ്റെ വിശ്വസ്തതയാ. പരിശുദ്ധാത്മാവിൽ ബലപ്പെടുക, പുതിയ ശക്തി പ്രാപിക്കുക, പുതുബലത്തോടെ മുന്നേറുക. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആത്മാവിൽ ജയത്തോടെ മുന്നേറാൻ ദൈവമിടയാക്കട്ടെ. ലോർഡ് ബ്ലസ് യു.